കേരളത്തിന്റെ തനത് തുകൽ വാദ്യോപകരണമായ ചെണ്ട വായന കുട്ടികളെ പരിശീലിപ്പിച്ച് പരിപോഷിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഏരൂർ മണ്ടക്കാട് ദേവീക്ഷേത്രത്തിൽ ചെണ്ട പരിശീലനം ആരംഭിച്ചു. ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ്, അഞ്ചൽ, അഗസ്തിക്കോട്. Contact 94472 44659 89218 37847. അഗസ്തിക്കോട് മഹാദേവ സമിതിയിലെ ചെണ്ട വിദ്വാൻ കെ രവീന്ദ്രന്റെ ശിക്ഷണത്തിൽ ആരംഭിച്ച പരിശീലനത്തിൽ പങ്കാളികളാകുന്നതിന് കുട്ടികളും മുതിർന്നവരുമായ 31 പേരാണ് ആദ്യ ദിവസം എത്തിയത്. 4 പെൺകുട്ടികളും കൂട്ടത്തിലുണ്ട്. ക്ഷേത്ര ഭരണസമിതിയുടെ നിയന്ത്രണത്തിലാണ് പരിശീലനം സംഘടിപ്പിച്ചിട്ടുള്ളതെന്നും എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 9 മണി മുതലാണ് പരിശീലനമെന്നും ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് രമേശൻ തോട്ടിറക്കത്തിൽ അറിയിച്ചു. ആദ്യമായിട്ട് ഐശ്വര്യത്തിന്റെയും സമാധാനത്തിന്റെയും സമൃദ്ധിയുടെയും വിഷു എല്ലാ നാട്ടുകാർക്കും ഭക്തജനങ്ങൾക്കും ആശംസിക്കുകയാണ്. വരും വർഷം എല്ലാവിധമായിട്ടുള്ള സമൃദ്ധിയും നമ്മുടെ നാട്ടിലും ഗ്രാമത്തിലും ഉണ്ടാകട്ടെ എന്ന് ദേവിയോട് പ്രാർത്ഥിക്കുന്നു. ഏരൂർ ശ്രീ മണ്ടക്കാട്ട് ദേവീക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു സുദിനമാണ്. ഇന്ന് മുതൽ വരും ദിവസങ്ങളിൽ, വരും കാലങ്ങളിൽ നമ്മുടെ ക്ഷേത്രത്തിലെ പൂജാക്രമത്തിൽ മാറ്റം വരികയാണ്. ത്രികാല പൂജയാണ് ഇന്ന് മുതൽ അമ്പലത്തിൽ നടക്കുന്നത്. രാവിലെ 7 മണിക്ക് ഉഷപൂജ, 10 മണിക്ക് ഉച്ചപൂജ, വൈകുന്നേരം 7:30 അത്താഴ പൂജ. ഇതോടൊപ്പം തന്നെ നല്ല ഒരു സംരംഭം ഇന്ന് അമ്പലത്തിൽ കുറിച്ചിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലുള്ള കുരുന്നുകൾക്കും ഒപ്പം തന്നെ യുവാക്കൾക്കും ഒക്കെ ചെണ്ട ആ വാദ്യം പരിശീലിപ്പിച്ചു തുടങ്ങിയാണ് ഇന്ന് മുതൽ അമ്പലത്തിൽ. അതിൻ്റെ ആശാന്മാരാണ് ഇവർ രണ്ടുപേരും. ഇവരുടെ മുഖ്യ ശിക്ഷണത്തിൽ ഈ നാട്ടിലുള്ള കുട്ടികളെയും മറ്റ് താല്പര്യമുള്ള ആളുകളെയും ചെണ്ടവാദ്യം പരിശീലിപ്പിക്കുകയാണ്. നമുക്കറിയാം, ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ആചാരങ്ങൾക്കും ചെണ്ടയ്ക്കുള്ള പ്രാധാന്യം. അത് കഥകളിയായിരുന്നാലും മറ്റ് അനുഷ്ഠാനങ്ങളായിരുന്നാലും തായമ്പകയായാലും ഒക്കെ തന്നെ ചെണ്ടയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. കേരളത്തിന്റെ തനതായ വാദ്യമാണ് ചെണ്ട. ഒരുപക്ഷെ രാജകീയ സ്ഥാനമുള്ള വാദ്യ ഉപകരണമാണ് ചെണ്ട. ഇത് അഭ്യസിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഉദ്ദേശിക്കുക എന്ന് പറഞ്ഞാൽ നാട്ടിലുള്ള നമ്മുടെ ആൾക്കാരെ, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ, വളർന്നു വരുന്ന ഒരു തലമുറയെ താളബോധമുള്ള ഒരു തലമുറയാക്കി വളർത്തിക്കൊണ്ടുവരിക എന്നതാണ് മുഖ്യമായിട്ടുള്ള ഉദ്ദേശം. ഒപ്പം തന്നെ നല്ല മെയ്വഴക്കവും ഒരു കൂട്ടായ്മ, ഒറ്റപ്പെടലിൽ നിന്ന് ഒക്കെ മാറിയിട്ട് ആസ്വാദനത്തിൻ്റെതായിട്ടുള്ള ഒരു തലത്തിലേക്ക് കുട്ടികളെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ചെണ്ടമേളം അല്ലെങ്കിൽ ചെണ്ട നമ്മളിവിടെ അഭ്യസിപ്പിച്ചു വരുന്നത്. ഭാവിയിൽ ഇവർക്ക് പല മേഖലകളിലും ഇത് ഉപകരിക്കുന്നതാണ്. ഇപ്പോ എല്ലാ ഞായറാഴ്ചയും രാവിലെ 9 മണിക്ക് ഇനി മുതൽ ഈ ആശാന്മാരുടെ അല്ലെങ്കിൽ ഈ മാഷന്മാരുടെ നേതൃത്വത്തിൽ നമ്മളിവിടെ താല്പര്യമുള്ള എല്ലാവരെയും ചെണ്ട അഭ്യസിപ്പിക്കുന്നുണ്ട്. 9 മണി മുതൽ. അതുപോലെ തന്നെ ഇപ്പോ 31 പേരാണ് ഇതുവരെയായിട്ട് ഇവിടെ പേര് രജിസ്റ്റർ ചെയ്തിട്ട് ഇന്നിവിടെ ചെണ്ട അതിന്റെ ആദ്യ അക്ഷരം എന്ന് പറയുന്നത് ആദ്യ മേളത്തിൽ താളം കുറിച്ചിരിക്കുന്നത്. ഇനി വരും ദിവസങ്ങളിൽ കൂടുതൽ ആളുകൾ വരുമെന്നുള്ള പ്രതീക്ഷയാണ്. കുഞ്ഞുങ്ങളെ മാത്രമല്ല, യുവാക്കളെയും ഒപ്പം തന്നെ താല്പര്യമുള്ള സ്ത്രീകളെയും എല്ലാവരും, പെൺ ഭേദവ്യത്യാസം എല്ലാവർക്കും തന്നെ ഇത് അഭ്യസിപ്പിക്കുകയാണ്. ഭാവിയിൽ ഇത് കഴിഞ്ഞതിന് ശേഷം മറ്റ് ക്ഷേത്ര കലകളിലേക്ക് കൂടി ഈ നാട്ടിലുള്ള ആളുകളെ പരിശീലിപ്പിച്ചിട്ട് ക്ഷേത്രത്തിൻ്റെത് ഒരു സംസ്കാരത്തിന്റെ ചുറ്റുപാടിൽ വരും തലമുറയെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് ഞങ്ങൾ മുഖ്യമായിട്ടും ലക്ഷ്യമിടുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഇപ്പം ഈ വാദ്യമേളങ്ങൾ കഴിഞ്ഞിട്ട്
നമുക്കറിയാം സംഗീതവുമായി ബന്ധപ്പെട്ട പ്രാധാന്യമുണ്ട് അമ്പലത്തിൽ, നൃത്തവുമായി ബന്ധപ്പെട്ട ഉണ്ട്. ഇതിനെല്ലാം തന്നെ ഭാവിയിൽ ഉണ്ടാകട്ടെ, അല്ലെങ്കിൽ അതിനു വേണ്ടുന്ന എല്ലാ തരത്തിലുള്ള സഹായവും അല്ലെങ്കിൽ അനുഗ്രഹവും ദേവിയിൽ നിന്നുണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഈ സുദിനത്തിൽ ഞങ്ങൾ നല്ലൊരു തുടക്കം കുറിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് ജില്ലാ വിഷൻ, ഏരൂർ.